ഫെബ്രുവരി 8-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ യോഗം ചേരുകയും റിപ്പോ റേറ്റ് കഴിഞ്ഞ 57 മാസത്തില് ഏകദേശം 5 വർഷക്കാലമായിട്ട് മാറ്റമില്ലാതെ തുടരുന്ന റിപ്പോ റേറ്റ് കുറയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. റിപ്പോ റേറ്റ് 0.25% ആണ് RBI കുറച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വെക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിപ്പോ റേറ്റ് വളരെ ഹൈയിലാണ് ഉണ്ടായിരുന്നത്, അതിപ്പോൾ കുറച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു മാറ്റമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. എന്താണ് ഇതിന്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാമെന്ന്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം ചെയ്യുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ അതിനുശേഷം റിപ്പോ റേറ്റ് ഈ ഒരു 0.25% കുറച്ചിട്ട് 6.25% റിപ്പോ റേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 57 മാസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മൂവ് RBIയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത്. അപ്പോൾ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നിങ്ങൾ എക്കണോമിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ റിപ്പോ റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. RBI ബാങ്കുകൾക്ക് ലോണുകൾ കൊടുക്കാറുണ്ട്. ആ സമയത്ത് ബാങ്കുകൾ RBIക്ക് തിരിച്ചു നൽകേണ്ട ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അതാണ് 6.5%. അതായത് RBIയിൽ നിന്ന് ബാങ്കുകൾ പൈസ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 6.25% ഇൻട്രസ്റ്റ് നൽകുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ബാങ്കുകൾ RBIയിൽ നിന്ന് ലോൺ എടുക്കുന്നത്? ബാങ്കുകൾ നമുക്ക് ലോൺ തരാൻ വേണ്ടിയിട്ട് ചിലപ്പം ആൾക്കാർ കൊടുക്കുന്ന ഡെപ്പോസിറ്റുകൾ സഫീഷ്യന്റ് ആവണം എന്നില്ല. അപ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും? RBIയിൽ നിന്ന് ലോൺ എടുക്കും, എന്നിട്ട് മാർക്കറ്റിലേക്ക് ലോണുകളായിട്ട് നൽകും. നമ്മളെപ്പോലുള്ള കൺസ്യൂമേഴ്സിന് ലോൺ ആയിട്ട് നൽകും. അപ്പം നമ്മൾ തിരിച്ചൊരു ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കാറുണ്ട്. ഇത് ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വിളിക്കും, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇവിടുന്ന് സാധാരണ ഇവിടുന്ന് ലോൺ എടുത്ത് ഇവിടെ തരുന്നതാവുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയിട്ടാണ്, ഒരു ഉദാഹരണത്തിന് 2% വർദ്ധിപ്പിച്ചിട്ടാണ് നമുക്ക് തരുന്നതെന്ന് വെച്ചോ. അപ്പൊ നേരത്തെ 6.5% ആയിരുന്നു റിപ്പോ റേറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോൺ തരുമ്പോൾ നമ്മൾ എത്രയാ ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിന് കൊടുക്കേണ്ടി വരിക? 8.5% കൊടുക്കേണ്ടി വരും. ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, 8.5% കൊടുക്കേണ്ടതായിട്ട് വരും. അത് ഓരോരാളുടെ റിസ്ക് പ്രൊഫൈലൊക്കെ അനുസരിച്ചാണ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത്. ബെഞ്ച് മാർക്കിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ എക്കണോമിയിൽ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് എന്നുള്ളത്. ഇനി ഇപ്പോൾ 6.5% എന്നുള്ളത് 6.25%ത്തിലേക്ക് കുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നൽകേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് 8.25%ത്തിലേക്ക് കുറയും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുക എന്ന് പറയുന്നത് ആൾക്കാർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യത കൂടും എന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പൊ ഇവിടെ സാധാരണ ബേസിസ് പോയിന്റ്സ് ആണ് പറയാ. 0.01%നെയാണ് ഒരു ബേസിസ് പോയിന്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ആക്ച്വലി 25 ബേസിസ് പോയിന്റിന്റെ കട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓർക്കുക. അതായത് 0.25% കുറവ്. അപ്പൊ ഇത്തരത്തിൽ ബേസിസ് പോയിന്റ് കുറക്കുമ്പോൾ അല്ലെങ്കിൽ റിപ്പോ റേറ്റ് കുറക്കുന്ന സമയത്ത് അത് എക്കണോമിക് ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് കരുതുന്നതായിട്ടുള്ളത്. എന്തുകൊണ്ടാ? ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ രണ്ട് ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ കിട്ടും. സോ ആൾക്കാർ കൂടുതൽ ലോണുകൾ എടുക്കാൻ വേണ്ടി തുടങ്ങും. ഈ ലോണുകൾ നമ്മുടെ മാർക്കറ്റ് എക്കണോമിയിലേക്കുള്ള കൺസംഷൻ ആയിട്ടും ഇൻവെസ്റ്റ്മെന്റുകളായിട്ടും ഒക്കെ മാറും. രണ്ടാമത്തത്, നിലവിൽ ലോൺ എടുത്ത ആൾക്കാരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ആൾക്കാരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. സോ അവരുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കും. അവരുടെ കയ്യിൽ ചെലവാക്കാൻ പറ്റുന്ന ഇൻകം വർദ്ധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു എക്കണോമിക് ഗ്രോത്തിനെ ഇത് സപ്പോർട്ട് ചെയ്യും എന്ന് ഓർത്ത് വെക്കുക. ഇത് ഇൻഫ്ലേഷനെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിലേക്ക് കൂടുതൽ പൈസ വരും. അത് ലോണിന്റെ രൂപത്തിലായിക്കോട്ടെ, ഡിസ്പോസിബിൾ ഇൻകത്തിന്റെ രൂപത്തിലായിക്കോട്ടെ. കൂടുതൽ പൈസ വരുമ്പോൾ മാർക്കറ്റിൽ പണം കൂടുതലാണ്, ലിക്വിഡിറ്റി കൂടുതലാണ്. അൾട്ടിമേറ്റ്ലി അത് ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ കാരണം. അപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മാർക്കറ്റിലെ ലിക്വിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിപ്പോ റേറ്റ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ റിപ്പോ റേറ്റ് കുറക്കുമ്പോൾ ഇൻഫ്ലേഷൻ വർദ്ധിക്കാനാണ് സാധ്യത. പക്ഷെ RBI പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ നിലവില് ഈ ഒരു 4.4% എന്ന് പറയുന്ന റേറ്റിൽ നിന്നും മാറിയിട്ട് അത് 2025-26 ആകുമ്പോഴത്തേക്ക് 4.2%ത്തിലേക്ക് കുറയുമെന്നാണ് RBI കണക്ക് കൂട്ടിയിട്ടുള്ളത് കൂടി ഓർത്തുക. അപ്പൊ റിപ്പോ റേറ്റ് കുറച്ചതിന്റെ ഇമ്പാക്റ്റ് പ്രധാനമായിട്ടും ലോണുകളിലാണ് നമുക്ക് കാണാൻ പറ്റുക. വീടുകളിലേക്കുള്ള ലോൺ, ഹൗസ് ലോൺ അല്ലെങ്കിൽ കാർ ലോണുകൾ, മറ്റ് പർച്ചേസുകളെല്ലാം തന്നെ ചീപ്പറായിട്ട് മാറും എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇത് യൂണിയൻ ബഡ്ജറ്റ് 2025-26 ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ ഇൻകം ടാക്സ് ബ്രേക്കുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. 12 ലക്ഷം രൂപയിൽ താഴെയുള്ള ആൾക്കാർ മേലെയുള്ള ആൾക്കാർ മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് RBIയുടെ കൂടി അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു മൂവ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
അതുവഴി നമുക്ക് ഈ ഒരു രാജ്യത്തിന്റെ GDP ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. 2025-26 GDPയുടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 4.5% ആയിട്ടും Q4 4.2% ആയിട്ടൊക്കെയാണ് കണക്ക് കൂട്ടിയിട്ടുള്ളതെന്നും കൂടി ഒത്തുക്കുക. അപ്പോൾ GDP ഗ്രോത്ത് 2025-26 6.7% ആയിരിക്കുമെന്ന് MPC പറയുന്നുണ്ട്. ഗ്ലോബലി അൺസർട്ടനിറ്റി ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്, മാർക്കറ്റ് വോളറ്റിലിറ്റി ഉണ്ട്. ഇതെല്ലാം എക്കണോമിക് ഗ്രോത്തിന്റെ റിസ്കുകളാണ് എന്നുള്ളതും RBI ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. റൂറൽ ഡിമാൻഡ്, നമ്മുടെ രാജ്യത്ത് ഗ്രാമപ്രദേശങ്ങളിലെ ഡിമാൻഡ് വർദ്ധിക്കുന്നുണ്ട്, urban ഡിമാൻഡാണ് വീക്ക് ആയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാർക്ക് ടാക്സ് റിലീഫ് നൽകുക, ഇതൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സോ ഇതുവഴി ഈ ഒരു പ്രശ്നത്തെയും അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അതേസമയത്ത് ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കറൻസി മാർക്കറ്റിൽ ആ ഒരു സ്റ്റെബിലിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് RBI ചെയ്യുന്നുണ്ട്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റുകൾ RBI ടാർഗറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് സഫീഷ്യന്റ് ആണ്. 630.6 ബില്യൺ US ഡോളറിന്റെ ഫോറക്സ് റിസർവ്സ് ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് RBI. അതുപോലെ ലിക്വിഡിറ്റി ക്രഞ്ച്, കുറച്ച് മാസങ്ങളായിട്ട് ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് ഉണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. സഫീഷ്യന്റ് ഫണ്ട് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ റിപ്പോ റേറ്റ് കുറച്ചിട്ടുള്ളതും കൊടുത്തു. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലുള്ള എമൗണ്ട് ഓഫ് മണിയുടെ ആണ് നമ്മൾ ലിക്വിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും കൂടി ഓർത്ത് വെക്കണം തന്നെ. അടുത്തത് US-ൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഡിപ്പോർട്ടീസ് അമൃത്സർ എയർപോർട്ടിൽ വന്നിറങ്ങിയ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരെയൊക്കെ ഹാൻഡ് കഫ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഷാക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് കയറുകൊണ്ട് കെട്ടിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അനൗദ്യോഗികമായിട്ട് പ്രതിഷേധം അറിയിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ US-ൽ നിന്നും 104 ഡിപ്പോർട്ടഡ് ആയിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് US-ന്റെ മിലിറ്ററി പ്ലെയിനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരെ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഹാൻഡ് കഫ് ചെയ്യുകയും അതുപോലെ തന്നെ കയറ് വെച്ച് കെട്ടുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യ പരാതി ഉന്നയിച്ചത്. പക്ഷെ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് അവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ത്യ ഫോർമൽ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകളൊന്നും ഇല്ല. ബട്ട് ബ്രസീലും കൊളംബിയയും എല്ലാം ഇതിനെ ഇൻഹ്യൂമൻ എന്ന് പറഞ്ഞു. അതിനെ അക്നോളജ് ചെയ്യുക മാത്രമാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക. US അതോറിറ്റീസിനോട് അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം US പ്രസിഡന്റിനെ ഫെബ്രുവരി 12, 13 തീയതികളിൽ കാണുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം നടക്കുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. US മിലിറ്ററി എയർക്രാഫ്റ്റ് ഡിപ്പോർട്ടേഷൻ യൂസ് ചെയ്യും. അതിനെ ഒരു നാഷണൽ സെക്യൂരിറ്റി ഓപ്പറേഷൻ ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ ചെയ്യാത്ത രീതിയിലാണ്. അപ്പോൾ ഫ്യൂച്ചർ ഡിപ്പോർട്ടേഷനും ഇതേ രീതിയിലായിരിക്കുമോ എന്നുള്ള കൺസേണും ഇന്ത്യക്ക് മുന്നിലുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പൊ ഇന്ത്യ നിലവിൽ US ഇപ്പോൾ നിലവിൽ 487 ഇന്ത്യൻ സിറ്റിസൺസിനെ ഡിപ്പോർട്ടേഷന് വേണ്ടി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 298 പേരുടെ ഡീറ്റെയിൽസ് ഇന്ത്യയുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ കൂടുതൽ ഡിപ്പോർട്ടേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ആയിരിക്കോ മിലിറ്ററി ഫ്ലൈറ്റ് ആയിരിക്കോ എന്നുള്ളതിന് മേലെയാണ് ക്ലാരിറ്റി ഇല്ലാത്തതെന്നും കൂടി ഓർത്ത് വെക്കുക. ഏകദേശം 24,000-ഓളം ഇന്ത്യൻസ് US-ൽ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇമിഗ്രേഷൻ വയലൻസുമായി ബന്ധപ്പെട്ട്. ഏകദേശം 7.25 ലക്ഷത്തോളം അൺഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസ് US-ൽ ഉണ്ട് എന്നാണ് കരുതി പോകുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് US ഒഫീഷ്യൽസുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫോർമൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നതായിട്ട് ഇല്ല എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് എയർപോർട്ടിലെത്തിയ ഇന്ത്യയുടെ 5 ഫ്ലൈറ്റ് ക്രൂ മെമ്പേഴ്സിനെ അവിടെ ഡീറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അവരുടെ കയ്യിൽ ക്രൂ മെമ്പേഴ്സ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണ് ഇത്തരത്തിലുള്ള ഡീറ്റെയിൻ ചെയ്യാൻ കാരണം എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ക്രൂ മെമ്പർ സർട്ടിഫിക്കറ്റ്, എന്താണ് ഈ ഒരു ഡിറ്റൻഷന്റെ കാരണം എന്നുള്ളത്. എയർ ഇന്ത്യയുടെ 5 ക്രൂ മെമ്പേഴ്സിനെയാണ് സൂറിച്ച് എയർപോർട്ടിൽ ഡീറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അവരുടെ കയ്യിൽ ഈ ഒരു ക്രൂ മെമ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം. അതായത് വിസക്ക് പകരമായിട്ട് നമ്മൾ സാധാരണ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഡോക്യുമെന്റ് ആണ് വിസ, ആ രാജ്യത്ത് എൻ്റർ ചെയ്യാനുള്ള പെർമിഷൻ ആണ്. അതിന് പകരമായിട്ട് ഈ ഒരു ഫ്ലൈറ്റിൽ പോകുന്ന ആൾക്കാർ, അതായത് ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലുള്ളതാണ് ക്രൂ മെമ്പർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡാണ്. ഇഷ്യൂ ചെയ്യുന്നത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആണ് ഫ്ലൈറ്റ് ക്രൂ മൂവ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇത് സാധാരണ എയർപോർട്ടുകളിൽ ചെന്നിറങ്ങുമ്പോൾ അവിടെ നിന്ന് പൈസ കൊടുത്താൽ വാങ്ങാൻ വേണ്ടി പറ്റും. ഇപ്പൊ സൂറിച്ച് എയർപോർട്ടിൽ ഫെബ്രുവരി 5 മുതൽ റൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 10 യൂറോസ് പേ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ എയർപോർട്ടിൽ നിന്ന് CMC കിട്ടുമായിരുന്നു. പക്ഷേ
ആ ഒരു CMC കിട്ടുന്നില്ല എന്നുള്ള രീതിയിലേക്ക് പ്രൊവിഷൻ മാറ്റി. ഇതറിയാതെ വന്നിറങ്ങിയ എയർ ഇന്ത്യയുടെ ക്രൂ ആണ് അവിടെ കുടുങ്ങിപ്പോയത് എന്ന് കൂടി ഓർത്ത് വെക്കുക. സൂറിച്ച് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലുള്ള ലാർജസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ആണ്. അത് സ്വിസ് ഇന്റർനാഷണൽ എയർലൈൻസിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പൽ ഹബ്ബ് കൂടിയാണ് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ സൂറിച്ച് എയർപോർട്ട് സ്വിറ്റ്സർലൻഡിലാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് മൂന്നാറിലെ ലോവസ്റ്റ് ടെമ്പറേച്ചേഴ്സ് റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഇതൊരു അനോമലി ആണ്, അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ആണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നാറിലേക്ക് ടൂറിസ്റ്റുകൾ വീണ്ടും വരുന്നുണ്ട്. കാരണം ആ ഒരു വിന്റർ സീസൺ എൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വരുന്നത്. അപ്പോൾ മൂന്നാർ ഹിൽ സ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, നമുക്ക് കേരളത്തിലാണുള്ളത്. അപ്പോൾ അവിടെ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചേഴ്സ് അവിടെ ചെന്തുവരയിൽ 0°C ആണ് റിപ്പോർട്ടഡ് ആയിട്ടുള്ളത്. നല്ലന്തന്നി, മൂന്നാർ, ലച്ചി, സൈലന്റ് വാലി, ദേവികുളം തുടങ്ങിയുള്ള മേഖലകളിൽ 3°C, സെവൻ മലയിൽ 4°C, ആറാണ്ടി മാട്ടുപ്പെട്ടിയിൽ 5°C ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ക്ലൈമറ്റോളജിസ്റ്റ് മൂന്നാറിൽ ലോങ് വിന്റർ അതായത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ജാനുവരിയിലെ ആ ഒരു സൈക്ലോണിക് ഇവന്റുകൾക്ക് ശേഷം എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോങ് വിന്റേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്ലിയർ സ്കൈസും അതുപോലെ ബെറ്റർ ഹ്യൂമിഡിറ്റി അത്യാവശ്യമാണ് സബ് സീറോ ടെമ്പറേച്ചേഴ്സിലേക്ക് പോകാൻ എന്ന് കൂടി ഓർത്ത് വെക്കുന്നതായിട്ട്. ഈ ഒരു ക്ലൈമറ്റ്, മൂന്നാറിലെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തു എന്നൊക്കെയാണ് ക്ലൈമറ്റ് എക്സ്പേർട്സ് പറയുന്നതായിട്ടുള്ളത്. കാരണം നവംബർ മുതൽ മിഡ് ജാനുവരി വരെയാണ് നോർമലി ഇവിടുത്തെ വിന്റർ ആയിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഫെബ്രുവരി ആയിട്ടും എൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ക്ലൈമറ്റോളജിസ്റ്റ് പറയുന്നത് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ഈ ഒരു റിപ്പോ റേറ്റ് കട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. അപ്പൊ ഇതിലെ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മൂവിനെ, പ്രത്യേകിച്ച് ഗ്രോത്ത് റേറ്റ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്ത മൂവിനെ, അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മൂവിനെ അനുകൂലിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി റിപ്പോ റേറ്റ് 6.5% നിന്നും 6.25% കുറച്ചത്. ഇതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് ആണ്, ഏകദേശം 5 വർഷത്തിന് ശേഷം. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, 6% താഴേക്ക് വന്ന് 5.2% എത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഗ്രോത്ത് പ്രൊജക്ഷൻസ്, രാജ്യത്തിന്റെ GDP ഗ്രോത്ത് വിചാരിച്ചതിൽ നിന്നും പിറകോട്ട് പോയിട്ട് 6.4%ലേക്കൊക്കെ എത്തിയുള്ളത്. ഇവിടെ മോണിറ്ററി പോളിസി കമ്മിറ്റി എക്കണോമിക് എക്സ്പാൻഷന് ഇമ്പോർട്ടൻസ് നൽകി എന്നുള്ളതാണ്, റാദർ ദാൻ ഇൻഫ്ലേഷൻ കൺട്രോൾ എന്നുള്ളതാണ് റിപ്പോ റേറ്റ് കുറക്കാനായിട്ടുള്ള കാരണം. അപ്പൊ RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്ര അദ്ദേഹം ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാൾഡ് ആയിട്ടുള്ള ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ട്, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയെ പോലുള്ള എമേർജിംഗ് മാർക്കറ്റുകൾക്ക് പലതരത്തിലുള്ള ചാലഞ്ചുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2025-26 4.2%ലേക്ക് കൺട്രോൾ ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഫേവറബിൾ ആയിരിക്കും. നോർമൽ മൺസൂൺ ഉണ്ടാവും, അതുവഴി ഗുഡ് ഹാർവെസ്റ്റ് ഉണ്ടാവും, അതുവഴി പച്ചക്കറികളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ഒക്കെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. മോണിറ്ററി പോളിസി കമ്മിറ്റി വീക്ക് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിന് ഇഷ്യൂ റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും Q2 കാര്യമായിട്ടുള്ള ഒരു ഗ്രോത്ത് റിക്കവറി ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു കൺസേൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ RBIയുടെ മോണിറ്ററി പോളിസി സ്റ്റിൽ ഗവൺമെന്റിന്റെ ഫിസിക്കൽ മെഷറുമായിട്ട് മീറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഗ്ലോബൽ ഗവേണൻസുമായി ബന്ധപ്പെട്ടാണ്. അതിൽ ഇന്ത്യക്ക് ഒരു പ്രധാനപ്പെട്ട റോള് വഹിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു നമ്മുടെ തിരുവനന്തപുരത്തിന്റെ MP ആയിട്ടുള്ള ശശി തരൂർ അദ്ദേഹം പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2024 നവംബറിൽ മിഷിഗനിലെ ഒരു സ്റ്റുഡന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗൂഗിളിന്റെ AI ആയിട്ടുള്ള ജെമിനിയുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ഹാർംഫുൾ ആയിട്ടുള്ള കമന്റുകൾ, യു ആർ എ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് റിസോഴ്സസ്, പ്ലീസ് ഡൈ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചാറ്റ് മറുപടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു വിഷയം ഗൂഗിളിന്റെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് ചാറ്റ് ബോട്ടിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടുകളുമായി ബന്ധപ്പെട്ട പൊട്ടൻഷ്യൽ റിസ്കുകളാണ് ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ ചിലപ്പോൾ ഇനി ഗൂഗിളും കൂടിയേ പറയാൻ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അയാള് പോയി മരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഡിപ്രഷൻ ഒക്കെ ഉള്ള ആൾക്കാരുടെ അടുത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നുള്ള ഒരു സാഹചര്യമാണ് ഇത് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള അതുപോലെ സോഷ്യൽ ഇമ്പാക്ട്സ് ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതും മറ്റുമൊക്കെ ഇഷ്യൂസിന് കാരണമാകാം എന്നുകൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഗവേണൻസ് ചെയ്യുക, നിയന്ത്രിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യ വളരെ വേഗത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അഡോപ്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 30%, ഗ്ലോബൽ ആവറേജ് 26%. ചാറ്റ് ജി പി ടിയെ ഗ്ലോബലി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. യൂസർ ബേസിൽ US കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് യൂസർ ബേസ് ഇന്ത്യയാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇന്ത്യ ഗ്ലോബൽ AI സേഫ്റ്റി ഫോറംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദസ് പാർട്ടിസിപ്പേഷൻ അല്ല, അർജന്റ് ആയിട്ട് കൺട്രി ഇന്ത്യയുടെ ഹെൽത്ത് കെയറിനെയും ഫൈനാൻസിനെയും അഗ്രികൾച്ചറിനെയും ലോജിസ്റ്റിക്സിനെയും ഒക്കെ AI വിത്ത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഗ്ലോബൽ AI ഗവേണൻസിൽ ഇന്ത്യ കാര്യമായിട്ടുള്ള റോള് ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യകതയാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട, അതിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട, അതിന്റെ എത്തിക്സുമായി ബന്ധപ്പെട്ട, അതിന്റെ കോമ്പറ്റീറ്റീവ്നെസ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇന്ത്യ ഒരു റെസ്പോൺസിബിൾ ലീഡറായി മാറണം എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് USA എക്സ്പോർട്ട് കൺട്രോൾസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയർസ് ഒക്കെ വെച്ചിട്ടാണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ചൈനയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇന്ത്യയും അഫക്റ്റ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്കോസിസ്റ്റത്തിലും പലതരത്തിലുള്ള ഡിസ്റപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ AI ടൂൾസ് അല്ലെങ്കിൽ ടെക്നോളജീസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് മേലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് ഷിഫ്റ്റുകൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കേണ്ടതായിട്ട്, നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ സെക്യൂരിറ്റിയെ നമ്മുടെ സംരക്ഷിക്കേണ്ടതായിട്ട് ഗ്ലോബൽ കോപ്പറേഷന് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുമായിട്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇന്ത്യയുടെ സ്ട്രെങ്ത്, ഇന്ത്യ IT വളരെ സ്ട്രോങ്ങർ ആണ്. ഇന്ത്യയിൽ സ്കെയിലബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്, പ്രത്യേകിച്ചും ആധാറും UPI. അപ്പോൾ ഇതിന് AI ഒക്കെ വെച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നൽകുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യക്ക് ലാർജ് സ്കെയിൽ ടെക്നോളജി ഇംപ്ലിമെന്റേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് വഴി ഇൻക്ലൂസീവ് ആയിട്ട് ഇക്വിറ്റബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത്തരത്തിലുള്ള വലിയ പ്രൊജക്റ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വലിയ വലിയ പദ്ധതികൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഗ്ലോബൽ AI സേഫ്റ്റി പ്ലാറ്റ്ഫോംസ് ഇന്ത്യയെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുകൾ ഷേപ്പ് ചെയ്യുക, ഇന്നോവേഷനെ പ്രൊമോട്ട് ചെയ്യുക, ആ ഒരു സ്റ്റാൻഡേർഡുകളെ നമ്മുടെ രാജ്യത്തും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേണൻസിൽ ആക്റ്റീവ് ആയിട്ടുള്ള റോൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന്റെ കൂടെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട റോളായിട്ട് ഇന്ത്യ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത, തമിഴ്നാട് കോസ്റ്റിൽ ഒരുപാട് ഒലിവ് റിഡ്ലി ടേർട്ടിൽസ് മരണപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. നമ്മൾ ഓൾറെഡി ഒലിവ് റിഡ്ലി ടേർട്ടിൽസുമായി ബന്ധപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ഈ ഒരു വാർത്ത, എന്താണ് അതിന്റെ കാരണം എന്നാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒലിവ് റിഡ്ലി ടേർട്ടിലുകൾ തമിഴ്നാട് കോസ്റ്റിൽ മരണപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് കൂടുതലായിട്ട്. അപ്പോൾ ഫിഷർ ഫോക്കും അതുപോലെ തന്നെ കൺസർവേറ്റീവ്സും എല്ലാം തന്നെ ഹൈ നമ്പേഴ്സ് ഓഫ് കേസസ് ആണ്, ഡെഡ് ബോഡീസ് ആണ് ജനുവരി 2024 കണ്ടെത്തിയിട്ടുള്ളത്. തമിഴ്നാട് ഗവൺമെന്റ് ഇതിനെ അഡ്രസ്, അതായത് ട്രോൾ ഫിഷിങ്ങിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ടർട്ടിൽ എക്സ്ക്ലൂഡഡ് ഡിവൈസുകൾ എൻഫോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുവഴി മരണനിരക്ക് കുറക്കാൻ പറ്റും എന്നാണ് കരുതുന്നതും കൂടി ഓർക്കുക. എന്താണ് ഈ ഒരു ട്രോൾ ഫിഷിംഗ് എന്നതുകൊണ്ട് ഇതേപോലെ ഒരു നെറ്റിങ്ങിനെയാണ് ട്രോൾ ഫിഷിംഗ് നെറ്റ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടി വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇതിന്റെ മുന്നിലുള്ള എല്ലാ സംഭവങ്ങളും ഈ നെറ്റിൽ കുടുങ്ങിപ്പോകും എന്നുള്ളതാണ്. ഫിഷ് മാത്രമല്ല, എല്ലാ ജീവികളും കുടുങ്ങിപ്പോകും. ഇത്തരത്തിലുള്ള ഒലിവ് റിഡ്ലി ടേർട്ടിൽസും കുടുങ്ങിപ്പോയി അവ ഫിഷ് നെറ്റിൽ കുടുങ്ങി മരണപ്പെടുന്ന സാഹചര്യമാണ് എന്ന് ഓർത്തുക. കാരണം ഈ നെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ അവയെ ഫിഷർമാൻസ് തന്നെ ചിലപ്പോൾ നീക്കം ചെയ്യും, ചിലപ്പോൾ നെറ്റിൽ കുടുങ്ങിയിട്ട് അത് മരണപ്പെടാം എന്ന് കൂടി ഓർത്തുക. അപ്പോൾ ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് കൂടി ഓർത്തുക. ഒലിവ് റിഡ്ലി ടേർട്ടിൽസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ടേർട്ടിൽസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേർട്ടിൽസ് ആണ് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, പാർലമെന്റ് മിനിമം ഒരു വർഷം 100 ദിവസം മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നല്ല, 2 പ്രൈവറ്റ് മെമ്പർ ബില്ലുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പ്രൈവറ്റ് മെമ്പർ ബില്ല്, എന്താണ് ഇത്തരത്തിലൊരു ബില്ല് വരാൻ കാരണം എന്നാണ് നമ്മൾ നോക്കുന്നതായിട്ടുള്ളത്. ഓപ്പോസിഷൻ ലീഡേഴ്സ് ആയിട്ടുള്ള ഡെറക് ഒബ്രിയാനും മനോജ് കുമാർ ഝായും രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയിട്ട് പാർലമെന്റ് ഓരോ വർഷവും മിനിമം നിശ്ചിത ദിവസം ഫിക്സഡ് ആയിട്ട് യോഗം ചേരണം എന്നുള്ളത് മാൻഡേറ്ററി ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്ന് വെച്ചാൽ മന്ത്രിമാര് അല്ലാതെ കൊണ്ടുവരുന്ന ബില്ലുകളെയാണ് പ്രൈവറ്റ് മെമ്പർ ബില്ല് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത് കൊണ്ടുവന്നുള്ളത്. ഒരാൾ 100 ദിവസവും ഒരു വർഷം, ഒരാൾ 120 ദിവസവും യോഗം ചേരണം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമ്മളുടെ ഭരണഘടനയിലെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയും മിനിമം ഡേയ്സ് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നില്ല. മറിച്ച് 2 സിറ്റിങ്ങുകൾ തമ്മിലുള്ള ഗ്യാപ്പ് 6 മാസത്തിൽ കൂടാൻ പാടില്ല
എന്നുള്ള കാര്യം, 6 monthsൽ കൂടാൻ പാടില്ല എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് മുന്നേ UPSC ചോദിച്ചിട്ടുള്ളതാണ്, പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഫിക്സഡ് നമ്പർ ഓഫ് ഡേയ്സ് പറയുന്നില്ല, 6 മാസത്തിനുള്ളിൽ കൂടണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ 2 സെഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ് 6 മാസത്തിൽ കൂടുതലാകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ബില്ല് നമ്മുടെ പാർലമെന്റിൽ ഡിസ്റപ്ഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും പാർലമെന്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഉറപ്പുവരുത്തുകയാണ്. അപ്പോൾ ഫിക്സഡ് സെറ്റിംഗ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1955 മുതൽ തന്നെ ഡിസ്കഷൻ ഉള്ളതാണ്. 2002 നാഷണൽ കമ്മീഷൻ ഫോർ റിവ്യൂ ഫോർ ദ വർക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഝായുടെ ബില്ലിൽ ലോങ്ങർ ആയിട്ടുള്ള സിറ്റിംഗ്സ് വേണം, അഡീഷണൽ ആയിട്ടുള്ള ഷോർട്ട് സെഷൻസ് നടത്തണം, ഓപ്പോസിഷൻ ബിസിനസ്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്കഷൻ ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. പ്രൈവറ്റ് മെമ്പർ ബില്ലുകളായതുകൊണ്ട് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, നോർമലി അങ്ങനെയാണ് എന്നുകൂടി ഓർത്തു വയ്ക്കാനായിട്ട് ഉണ്ട്. അടുത്തത് സെൻട്രൽ ഗവൺമെന്റ് കുറെ സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്സിനെ merge ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. merge ചെയ്തിട്ടാണ് കമ്പൈൻഡ് ഔട്ട്ലേ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. യൂണിയൻ ഗവൺമെന്റ് പ്രധാനപ്പെട്ട 3 സ്കില്ലിംഗ് ഇനീഷ്യേറ്റീവ്, സ്കിൽ ഇന്ത്യ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള 3 പ്രോഗ്രാമുകളെയാണ് merge ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് 8800 കോടി അലോക്കേറ്റ് ചെയ്തു 3 വർഷത്തേക്ക് വേണ്ടിയിട്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 സ്കീംസ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, അതുപോലെ പ്രധാനമന്ത്രി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം, ജനശിക്ഷൻ സംസ്ഥാൻ സ്കീം എന്നിങ്ങനെ 3 പ്രോഗ്രാമുകളെയാണ് യോജിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ഓൺ ജോബ് ട്രെയിനിങ് നൽകുക, കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് നൽകുക എന്നുള്ളതാണ്. അത് urban കമ്മ്യൂണിറ്റിക്കും റൂറൽ കമ്മ്യൂണിറ്റിക്കും നൽകുക, പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനെ നൽകുക എന്നുള്ളതാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഏകദേശം 2.27 കോടി ആൾക്കാർക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഇതുവരെ എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഈ ഒരു പ്രോഗ്രാമിനെ നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയുടെ ഡിമാൻഡ് അനുസരിച്ച് വർക്ക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്കണോമിക് ഇൻഡസ്ട്രിയൽ ട്രെൻഡിനനുസരിച്ച് ആൾക്കാർക്ക് സ്കില്ലിംഗ് നൽകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ ഡാറ്റയിലേക്ക് ബെറ്റർ ആയിട്ട് കോൺട്രിബ്യൂഷൻസ് നൽകും എന്നുകൂടി നമുക്ക് കരുതാവുന്നതാണ്. അടുത്തത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വലിയ പ്രഖ്യാപനങ്ങൾ അടുത്ത വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. പ്രധാനമന്ത്രി ഫ്രാൻസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നുകൂടി ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ പ്രധാനപ്പെട്ട മേജർ പ്രൊജക്റ്റുകൾ, സ്മോൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ എഗ്രിമെന്റുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൂടാതെ 26ഓളം റാഫേൽ M ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യ വാങ്ങാനുള്ള സാധ്യതയും ഇവിടെ വരുന്നുണ്ട് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ AI ആക്ഷൻ സമ്മിറ്റ് നടക്കുന്നുണ്ട്. അതിൽ കോ ചെയർ ആയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റിന്റെ കൂടെ ഇമ്മാനുവൽ മൈക്രോണിന്റെ കൂടെ കോ ചെയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേണൻസുമായി ബന്ധപ്പെട്ട് അതിന്റെ റെസ്പോൺസിബിൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ഈവന്റ് നടക്കുന്നത് എന്ന് ഓർക്കുക. ഈ ഒരു ഈവന്റുമായി ബന്ധപ്പെട്ടാണ് ശശി തരൂറിന്റെ ആർട്ടിക്കിൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്ന് ഓർക്കുക. അപ്പോൾ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഡിസ്കഷൻ ടോപ്പിക്കുകളാവും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സ്കീം, അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള ടെക്നോളജി ട്രാൻസ്ഫർ, ഫ്രഞ്ച് ടെക്നോളജീസിനെ ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ആശയത്തോടെ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യും. ഏകദേശം 10 മുതൽ 11 ബില്യൺ US$ വർത്ത് ആയിട്ടുള്ള ഡീലുകൾ ഉണ്ടാവും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് സ്കോർപിയൻ M റാഫേൽ M ഫൈറ്റർ ജെറ്റുകളും സ്കോർപിയൻ ക്ലാസ് സബ്മറൈനുകളുടെയും പർച്ചേസുകളുമായി ബന്ധപ്പെട്ടാണ് എന്നുകൂടി ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ഇന്ത്യയും ഫ്രാൻസും രണ്ടുപേരും ചേർന്നുകൊണ്ട് 110 കിലോ ന്യൂട്ടൺ എയ്റോ എഞ്ചിൻസ് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും ഉണ്ടാവും. കൂടാതെ ഇൻഡോ പസഫിക്, അതുപോലെ ഇൻഡോ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും ഉണ്ടാവും എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഇപ്പോൾ 2030 കൂടിയിട്ട് ഏകദേശം 30,000-ഓളം ഇന്ത്യൻ സ്റ്റുഡൻസിനെ ഹോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഫ്രാൻസിന്റെ ഭാഗത്തുനിന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് കരുതി പോരുന്നത്. അടുത്തത് ഇന്ത്യൻ നേവിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ട്രോപ്പെക്സ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. 9 സബ്മറൈൻസും 65ഓളം ഷിപ്പുകളാണ് ഇന്ത്യൻ നേവിയുടെ ബൈനിയൽ ക്യാപ്സ്റ്റോൺ എക്സസൈസ് ആയിട്ടുള്ള ട്രോപ്പെക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നേവിയുടെ ബൈനിയൽ എക്സസൈസ് ആണ്, അതായത് 2 വർഷത്തിലൊരിക്കൽ നടത്തുന്ന എക്സസൈസ് ആണ് ട്രോപ്പെക്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ് 65 ഷിപ്പുകളും 9 സബ്മറൈനുകളും 80-ലധികം എയർക്രാഫ്റ്റുകളുമാണ് ഇന്ത്യൻ നേവിയുടേത് ഈ ഒരു എക്സസൈസിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ട്രോപ്പെക്സ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ ലെവൽ ഓപ്പറേഷണൽ റെഡിനെസ് എക്സസൈസ് എന്നാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളതുപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അതാണ് തിയേറ്റർ ലെവൽ ഓപ്പറേഷണൽ റെഡിനെസ് എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ ലാർജസ്റ്റ് ആയിട്ടുള്ള ബൈനിയൽ മാരിടൈം എക്സസൈസ് ആണെന്ന് ഓർക്കുക. 2 വർഷത്തിലൊരിക്കൽ തന്നെ ഇന്ത്യൻ നേവിയുടേതാണ്. കോമ്പാറ്റ് റെഡിനെസ് ഉണ്ടാവുക, ജോയിന്റ് വാർ ഫൈറ്റിംഗ് കാപ്പബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇന്ത്യ തന്നെയാണ് ഹോസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ളത്.
അപ്പോൾ ഇത് ഇന്ത്യൻ ഓഷ്യൻ റീജിയനിലാണ് കണ്ടക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാരിടൈം സോണുകളിലൊക്കെ കണ്ടക്ട് ചെയ്യുമെന്ന് ഓർത്തുവെക്കുക. അപ്പോൾ ഇന്ത്യൻ നേവി, അതുപോലെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് ഇവരൊക്കെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇതിന്റെ ലീഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ നേവി ആണെന്ന് ഓർത്തുവെക്കേണ്ടത് തന്നെ. അപ്പോൾ ഇന്ത്യൻ നേവി, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, കോസ്റ്റ് ഗാർഡ് കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പോൾ മാരിടൈം സെക്യൂരിറ്റിയുടെ മേലെയാണ് പ്രധാനപ്പെട്ട ഫോക്കസ്. ആന്റി സബ്മറൈൻ വാർഫെയർ, സൈബർ ഇലക്ട്രോണിക് വാർഫെയർ, ലൈവ് വെപ്പൺ ഫയറിങ്ങുകളൊക്കെ ഉണ്ടാവും എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസ് ടാർഗറ്റുകൾ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വിവിധ ഗ്രൂപ്പുകൾ പരസ്പരം യോജിച്ച് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, കൺവെൻഷണൽ ആയിട്ടുള്ള രീതിയിൽ അസിമെട്രിക് ഹൈബ്രിഡ് ത്രെട്ടുകൾക്കെതിരെ എങ്ങനെ യോജിച്ച് പ്രവർത്തിക്കും എന്നതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസാണ് നൽകുന്നത്. ജോയിന്റ് വർക്കപ്പ് ഫേസുകളും ആംഫിബിയസ് എക്സസൈസുകളും അതുപോലെ കമ്പാറ്റ് സിനാരിയോ സിമുലേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത ബയോ E3 പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് ബയോ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൺസൾട്ടേഷൻ ടാക്സുകളെ ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ബയോടെക്നോളജി ഫോർ എക്കണോമി, എൻവയോൺമെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഇതിനെയാണ് ബയോ E3 പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ക്യാബിനറ്റ് ഓഗസ്റ്റ് മാസത്തിൽ ഇതിനെ അപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് സംസ്ഥാനങ്ങളുമായിട്ടൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബയോ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ആണ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോളിസിയുടെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് ബയോ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് സെറ്റപ്പ് ചെയ്തതിനെ കുറിച്ച് ചർച്ച ചെയ്തതിനായിരുന്നു. ബയോ E3 പോളിസി എന്ന് പറയുന്നത് ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ബയോടെക്നോളജി ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 2024 യൂണിയൻ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പോളിസിയാണെന്ന് നോക്കുക. അപ്പോൾ ബയോ E3 എന്ന് പറയുന്നത് ഹൈ പെർഫോമൻസ് ബയോ മാനുഫാക്ചറിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോ ബേസ്ഡ് ആയിട്ടുള്ള ബയോടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വിവിധ മേഖലകളിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഗോളുണ്ട് നെറ്റ് സീറോ കാർബൺ എക്കണോമി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്ത്, സർക്കുലർ ബയോ എക്കണോമി തുടങ്ങിയിട്ടുള്ള ആശയങ്ങളുണ്ട്. അതിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ ഒരു ബയോ E3 പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ബയോ E3 പോളിസി ഈ ഒരു മേഖലയിൽ കൂടുതൽ ഡെവലപ്മെന്റ്, ഇന്നോവേഷൻ, R&D കൊണ്ടുവരിക, എന്റർപ്രണർഷിപ്പിനെ പ്രൊമോട്ട് ചെയ്യുക, അതുവഴി ബയോ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും ബയോ AI ഹബ്ബുകളും ബയോ ഫൗണ്ടറീസും ഒക്കെ ഡെവലപ്പ് ചെയ്യുക, എൻസൈം പ്രൊഡക്ഷൻ ഒക്കെയുള്ള പ്ലാന്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുടെ സ്കിൽഡ് ആയിട്ടുള്ള ബയോടെക്നോളജി വർക്ക് ഫോഴ്സിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അപ്പോൾ അവർ നമ്മുടെ എൻവയോൺമെന്റൽ പ്രോഗ്രാം, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് പ്രോഗ്രാമുകളെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റീജനറേറ്റീവ് ആയിട്ടുള്ള ബയോ എക്കണോമി മോഡലുകൾ നമ്മുടെ രാജ്യത്ത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. ഒരുപാട് എംപ്ലോയ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും ടയർ 2 ടയർ 3 സിറ്റികളിൽ കൂടുതൽ എംപ്ലോയ്മെന്റുകൾ ഡെവലപ്പ് ചെയ്യാനും ബയോ മാനുഫാക്ചറിംഗ് ഹബ്ബുകൾ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പ്രൊപ്പോസലുകൾ ഉണ്ടെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതിൽ ലോക്കൽ ആയിട്ടുള്ള ബയോമാസുകൾ അതുപോലെ തന്നെ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, എക്കണോമിക് ഗ്രോത്തിനെ സഹായിക്കും, അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് രാജ്യത്ത് ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എത്തിക്കൽ ബയോസേഫ്റ്റി, ഗ്ലോബൽ റെഗുലേറ്ററി പോളിസികളുമായിട്ടുള്ള അലൈൻമെന്റ് ഇതും ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവിനെ, അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന് ഇന്ത്യയുടെ ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ്സിനെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബയോടെക്നോളജി എൻവയോൺമെന്റ് ഡെവലപ്പ് ചെയ്യാനും ശ്രദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ബയോ E3 പോളിസിയുടെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ന് വെച്ചാൽ ബയോ ബേസ്ഡ് ആയിട്ടുള്ള കെമിക്കൽസും എൻസൈമുകളും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കെമിക്കൽസും എൻസൈംസും ഉപയോഗിക്കുന്നുണ്ട്. അവയെ നമ്മൾ എന്ത് ചെയ്യുക, എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട്, റെഡ്യൂസ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള കെമിക്കൽസിനെ ബയോടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫങ്ഷണൽ ആയിട്ടുള്ള ഫുഡ്സ് ആൻഡ് സ്മാർട്ട് പ്രോട്ടീൻസ് ഡെവലപ്പ് ചെയ്യുക. ഫങ്ഷണൽ ആയിട്ടുള്ള ഫുഡുകളും സ്മാർട്ട് പ്രോട്ടീൻസും ന്യൂട്രീഷനും ഫുഡ് സെക്യൂരിറ്റിയും ഉറപ്പുവരുത്താൻ വേണ്ടി ബയോടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പ്രിസിഷൻ ബയോ തെറാപ്യൂട്ടിക്സ്, അതായത് പ്രിസിഷൻ മെഡിസിൻസും മറ്റുമൊക്കെ കൊണ്ടുവന്ന് ഹെൽത്ത് കെയർ ഔട്ട്കംസ് മെച്ചപ്പെടുത്തുക. ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിനെ ഡെവലപ്പ് ചെയ്യുക, മെച്ചപ്പെട്ട അഗ്രികൾച്ചർ പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുക. അന്തരീക്ഷത്തിൽ നിന്ന് കാർബണെ ക്യാപ്ചർ ചെയ്യാനും അതിനെ യൂട്ടിലൈസേഷൻ ചെയ്യാനുമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള വിവിധ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, അത് ഇൻഡസ്ട്രീസിനെ സഹായിക്കും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മറൈൻ ആൻഡ് സ്പേസ് റിസർച്ചിലേക്ക് ബയോടെക്നോളജിയുടെ അപ്ലിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ബയോ E3 പോളിസിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. അടുത്തത് പുതിയ RBI ഗവർണർ
അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം ഈ ഒരു ഗ്രോത്ത് ഇൻഫ്ലേഷൻ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ വരുന്നതായിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം RBI ഗവർണർ ആയിട്ടുള്ള സഞ്ജയ് മൽഹോത്ര അദ്ദേഹം അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട്. മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ എക്കണോമിക് ഗ്രോത്തിന് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഫ്ലേഷനെ മാത്രം കൺട്രോൾ ചെയ്താൽ പോരാ, എക്കണോമിക് ഗ്രോത്തിനും ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകേണ്ടതായിട്ടെന്നാണ്. അപ്പൊ RBIയുടെ പ്രൈമറി ഗോൾ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുക, പ്രൈസ് സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഗ്രോത്തിനെയും സപ്പോർട്ട് ചെയ്യുക, രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിനെയും സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് RBIയുടെ റോള് തന്നെയാണ്. അപ്പൊ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വരും മാസങ്ങളിൽ താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. RBI ന്യൂട്രൽ സ്റ്റാൻസ് ആണ് കീപ്പ് ചെയ്യുന്നതായിട്ടുള്ളത് മാക്രോ എക്കണോമിക് കണ്ടീഷൻസിനനുസരിച്ച് എന്നും അദ്ദേഹം പറഞ്ഞത്. അതേസമയത്ത് റുപ്പിയുടെ ഡിപ്രിസിയേഷൻ ഉണ്ടാവുന്നത് എന്നുള്ളത് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഇവന്റ് മാത്രമാണ്. ഷോർട്ട് ടേം വോളറ്റിലിറ്റിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, ലോങ് ടേം ആയിട്ട് നോക്കിക്കൊള്ളൂ എന്നാണ് അദ്ദേഹം ഈ ഒരു റുപ്പി ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ വീക്കർ ആയിട്ടുള്ള റുപ്പി എന്ന് പറയുന്നത് ഗ്ലോബൽ അൺസർട്ടനിറ്റീസുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിനെയും ഇൻവെസ്റ്റ്മെന്റിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് 4.4% എക്സ്പെക്ട് ചെയ്തിട്ടുള്ളത്. ഇത് കുറവാണ്. ഇത് ഇൻഫ്ലേഷൻ കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൽഹോത്ര അദ്ദേഹം ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് 7% മേലേക്ക് കടക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഒരു പ്രൊജക്ടിന്റെ നിന്നും പനാമ പിറകോട്ട് പോയി എന്നുള്ള വാർത്തയാണ്. ഇത് അമേരിക്കയുടെ നിർബന്ധം മൂലമാണ്, അല്ലെങ്കിൽ അമേരിക്ക ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാണ് ചൈന പറയുന്നതായിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ ഒരു പനാമയിൽ നടന്ന ഇഷ്യൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓൾറെഡി ഈ ഒരു ഇഷ്യൂ, അതായത് ട്രംപ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഭീഷണി മുഴക്കിയപ്പോൾ തന്നെ, അതായത് പനാമ കനാല് നമ്മൾ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഈ പനാമ കനാലുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ട്രംപിന്റെ ഭീഷണി ഉണ്ടായപ്പോൾ അതിൽ പേടിച്ച്, അല്ലെങ്കിൽ അത് കാരണമായിരിക്കണം ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട, അതിലൊരു പ്രൊജക്ട് കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പനാമ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ യുഎസിന്റെ ഈ ഒരു കോഷൻ, അല്ലെങ്കിൽ യുഎസിന്റെ ബലപ്രയോഗം കാരണമാണ് ഇത്തരത്തിൽ പനാമ ഡിക്ലൈൻ ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ എഗ്രിമെന്റ് ഡിക്ലൈൻ ചെയ്ത് എന്നാണ് ഈ ഒരു ചൈന പറയുന്നതായിട്ടുള്ളത്. അപ്പൊ പനാമയുടെ മൂവ്, പ്രത്യേകിച്ചും ഈ ഒരു പനാമ കനാലിന്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കും എന്ന് യുഎസിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടായിരിക്കണം എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അപ്പൊ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പനാമയോട് ചൈനീസ് ഇൻഫ്ലുവൻസ് കനാൽ ഏരിയയിൽ കുറക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെയും കൂടെ ഭാഗമായിട്ടായിരിക്കണം ഇത്തരത്തിലുള്ള നടപടി എന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പൊ പനാമ കനാൽ എന്ന് പറയുന്നതായിട്ടുള്ളത് നോർത്ത് അമേരിക്കയ്ക്കും സൗത്ത് അമേരിക്കയ്ക്കും ഇടയിലായിട്ട് പസഫിക് ഓഷ്യനെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും, അല്ലെങ്കിൽ കരീബിയൻ സീയെയും അറ്റ്ലാന്റിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു പ്രദേശത്തുള്ള കനാലാണ്. അപ്പോൾ നമുക്ക് പനാമ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നടുവിലൂടെയാണ് ഈ കനാൽ പോകുന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ പനാമ കനാൽ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വാട്ടർവേ ആണ്, അറ്റ്ലാന്റിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഇസ്തുമസ് ഓഫ് പനാമയെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. മാരിടൈം ട്രേഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് റൂട്ട് ആണെന്ന് ഓർക്കുക. പനാമ കനാൽ ഇല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്കയെ ചുറ്റി വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ്ലാന്റിക് ഓഷ്യനിൽ അമേരിക്കയുടെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് എത്താൻ എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇത് നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഇസ്തുമസ് പനാമ. അതിലൂടെയാണ് ഈ ഒരു പനാമ കനാല് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ലോകത്തെ തന്നെ രണ്ട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർവേസിൽ ഒന്നാണ് പനാമ കനാൽ, മറ്റൊന്ന് സൂയസ് കനാലാണ് ഈജിപ്തിലുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കുക. ഏകദേശം 80 കിലോമീറ്റർ നീളത്തിലുള്ളതാണ് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പനാമ കനാല് പസഫിക് ഓഷ്യനെയും കരീബിയൻ സീയെയും കണക്ട് ചെയ്യാണ്. കരീബിയൻ സീ എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തൊരു വാർത്ത, ടെക്നോളജിയെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ചാണ് ഓഥർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും COVID-19 കാലഘട്ടത്തിൽ നമ്മളുടെ ആൾക്കാരുടെ കൈകളിലേക്ക്, ഈവൻ കുട്ടികളുടെ കയ്യിലേക്കൊക്കെ എന്ത് വന്നിട്ടുണ്ട്, മൊബൈൽ ഫോണുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മൊബൈൽ ഫോണുകൾ അല്ലെങ്കിൽ ടെക്നോളജി ആൾക്കാരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് ഇക്വിറ്റബിൾ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എല്ലാ ആൾക്കാരിലേക്കും വിദ്യാഭ്യാസം എത്തിക്കാൻ പറ്റും എന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഇതിനെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട കോർ ഐഡിയ ഇതാണ്. ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ യൂസേജ് ഉണ്ട്, മൊബൈലുകൾ സഫീഷ്യന്റ് ആയിട്ടുണ്ട്. സോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഈ ഒരു ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് 84% ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റൂറൽ ഹൗസ് ഹോൾഡിന്റെ കയ്യിലായിക്കോട്ടെ 36% ആൾക്കാരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ വിദ്യാഭ്യാസം ഇക്വിറ്റബിൾ ആയി എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടെക്നോളജിയെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.